ഹോർമുസ് കടലിടുക്കിൽ നിന്ന് കരകയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് ഇരട്ട പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ യമനിലെ അൻസാറുള്ള ഹൂത്തികൾ പുതിയൊരു പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നിലവിൽ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടുകൂടെ അവർ ടോൾ ആവശ്യപ്പെട്ടതോടുകൂടെ ഇപ്പോൾ എണ്ണക്ക് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് പുതിയൊരു പ്രഖ്യാപനവുമായി ഹൂത്തികൾ രംഗത്ത് വരുന്നത്. ലോയിഡ്സ് ലിസ്റ്റ് മാസിക ഇപ്പോൾ പുറത്തുവിടുന്നത് The security magazine Lloyd's List reported that Yemen's Ansarullah group is examining mechanisms for imposing tolls on maritime traffic in the Red Sea at the highest level of its command. ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് റെഡ് സീയിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ടോൾ പിരിവ് ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. നിലവിലിപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ടോൾ പിരിവ് ഏർപ്പെടുത്തിയതിന് സമാനമായി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തന്ത്രപ്രധാനമായ കടലിടുക്കാണ് ബാബുൽ മന്ദബ് എന്നറിയപ്പെടുന്ന റെഡ് സീയിലുള്ള സ്ട്രൈറ്റ്. എന്നാൽ അവിടെയും ഇപ്പോൾ ടോൾ ഏർപ്പെടുത്തുന്നതോടുകൂടെ ഇന്ധനത്തിന്റെ വില നമ്മൾ കരുതിയതിലേറെ അല്ലെങ്കിൽ ട്രംപ് വിചാരിച്ചതിലേറെ എത്രയോ മുകളിലെത്തും. അത് അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും. ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് ട്രംപിനെ ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിലേക്ക് എത്തിക്കുക എന്നതാണ് ഇറാൻ ഹൂത്തികളെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കം. എന്നാൽ ഇത്തരം ഒരു ടോൾ പിരിവിന് അംഗീകാരം നൽകാത്ത കപ്പലുകളെ ആക്രമിക്കും എന്നതാണ് ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു പ്രഖ്യാപനം ഹൂത്തികൾ നടത്തിക്കഴിഞ്ഞാൽ ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾ ടോൾ നൽകാൻ തയ്യാറായില്ലെങ്കിൽ അത് ആക്രമിക്കപ്പെടും. അതോടുകൂടെ ചെങ്കടലും തടസ്സപ്പെടും. എന്നാൽ നിർബന്ധമായി കടന്നു പോകേണ്ട കപ്പലുകൾ തീർച്ചയായും ടോൾ നൽകി രക്ഷപ്പെടാൻ ശ്രമിക്കും. ഇവിടെയാണ് ഇറാന്റെ തന്ത്രം വിജയിക്കുന്നത്. ഇതും കൂടെ വരുന്നതോടുകൂടെ തീർച്ചയായും ട്രംപ് ഇറാന്റെ കാലിൽ വീഴേണ്ടി വരും. തീർച്ചയായും ഈ രണ്ട് സൈറ്റുകളും അടക്കുന്നതോടുകൂടെ ഇന്ധന വില കുത്തനെ ഉയരും. അത് അമേരിക്കയിൽ പ്രതിസന്ധി ഉണ്ടാക്കും. പ്രശ്നം തുടങ്ങി വെച്ച് ഇത് പരിഹാരമുണ്ടാക്കാൻ കഴിയില്ല എന്ന ചീത്ത പേര് ട്രംപിന് ലഭിക്കും. അത് അമേരിക്കയിലും മറ്റു പല സ്ഥലങ്ങളിലും ട്രംപിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരാൻ കാരണമാകും. ഇന്ന് അടച്ചിട്ട റൂമിലാണ് ഇപ്പോൾ ട്രംപ് ചർച്ച നടത്തിയിരിക്കുന്നത്. ഇറാനുമായി അടുത്ത നീക്കം എന്ത് എന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അടച്ചിട്ട റൂമിലുള്ള ചർച്ച ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇതിൽ എന്ത് പ്രഖ്യാപനമാണ് ഇതിനു ശേഷം ട്രംപ് നടത്താൻ പോകുന്നത് എന്ന കാര്യം വ്യക്തമല്ല. ഇപ്പോൾ 3 ദിവസമാണ് ട്രംപ് ഇറാന് സമയം നൽകിയിരിക്കുന്നത്. ഇത് ട്രംപിന്റെ സാധാരണ രീതിയാണ്. 48 മണിക്കൂർ, അത് 3 ദിവസമാകും, 4 ദിവസമാകും. അത് സ്വാഭാവികമായ ഒരു കാര്യമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇറാന്റെ വിദേശകാര്യ മന്ത്രി ഇപ്പോൾ റഷ്യയുടെ പുടിനുമായി ചർച്ച നടത്താൻ വേണ്ടി റഷ്യയിൽ എത്തിയിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അവിടെ ചർച്ച നടത്തുക? ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് കാരണം എന്ന് ചർച്ച നടക്കാൻ പോകുന്ന വിഷയമെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ എന്ത് തീരുമാനമായിരിക്കും അവിടെ വെച്ച് പുടിന്റെ മുന്നിൽ വെച്ച് എടുക്കാൻ പോകുന്നത്, എന്ത് പ്രഖ്യാപനമാണ് ഇറാൻ നടത്താൻ പോകുന്നത് എന്ന കാര്യം വ്യക്തമല്ല. എന്തായിരുന്നാലും വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.